ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് വേൾഡ്. അങ്ങനെ പൊന്നോണത്തിൻ്റെ 4ാം ദിനമായ വിശാഖം എത്തിയതോടെ ഇനി 6 ദിനങ്ങൾ മാത്രം തിരുവോണത്തിന്. എൻ്റെ അത്തം ചിത്തിര ചോദ്യ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഇനി വിശാഖ വിശേഷവുമായി മുക്കുറ്റി, തുളസി, തുമ്പ, മന്ദാരപുഷ്പം, ഇത്രയാണ്. മന്ദാരം ഇന്ന് വെച്ച കാര്യം, ഇന്ന് മന്ദാരത്തിനാണ് പ്രാധാന്യമുള്ള ദിവസം. വിശാഖത്തിൻ്റെ അന്ന് മന്ദാരപുഷ്പം വെക്കും. അത് ബ്രഹ്മാവിനെ സങ്കല്പം ചെയ്താണ് മന്ദാരപുഷ്പം വെക്കുന്നത്. 4 ഇനം പൂക്കൾ ഇന്ന് ഉണ്ടായി. അതുപോലെ സൂര്യൻ, ചന്ദ്രൻ, ഇന്ന് 4ാം ദിവസമായ 4 മക്കൾ, മൂശേട്ട. വിശാഖം പ്രമാണിച്ച് നമുക്കിന്നൊരു മധുരം തയ്യാറാക്കിയാലോ. അപ്പോൾ ഇന്ന് കാബൂസ് വേൾഡിൽ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്വീറ്റ് ലഡു ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഇനി ഒരു നുള്ളുപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് ഫുഡ് കളറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് അരിച്ചെടുക്കാം. ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം വേണ്ട, ആവശ്യത്തിന് മാത്രം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതാണ് ആ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും നന്നായിട്ട് വറുത്ത് കോരി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അപ്പോൾ ഒരു കണ്ണാപ്പിലേക്ക് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി ഒഴിച്ചാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് തന്നെ മതി. അപ്പം അധിക നേരം നമ്മൾ ഇടണ്ട, വേഗം തന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ 3 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് കടലമാവിന് 1.5 കപ്പ് പഞ്ചസാരയാണ് അളവ്. അപ്പം നിങ്ങൾ 1 കപ്പ് കടലമാവ് എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര തന്നെ മതിയാവും. വേഗം തന്നെ ഇത് നമുക്ക് വറുത്ത് കോരി മാറ്റാവുന്നതാണ്. ഇനി നമുക്കിത് ക്രഷ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി മിക്സിയിലിട്ട്. ഒരുപാടങ്ങ് പൗഡർ ആവണ്ട. ഇതപ്പം ഞാനത് ക്രഷ് ചെയ്തിട്ട് ഇതാണ് ആ ഒരു പരുവം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഏലക്കാപ്പൊടിയാണ് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത്. അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കാണ് നേരത്തെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബൂന്തിയും ചേർത്ത് കൊടുത്തു. 3 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ തന്നെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് തന്നെ മതിയാവും. എന്നിട്ട് നമുക്കിത് തുറന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുകളിൽ കുറച്ച് പഞ്ചസാര വിതറി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കൈവച്ച് ഒരു ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണ തടവുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്, നല്ല സ്വീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഡെസേർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.